ഞാനും ആ ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണ്. ഗാന്ധിജിയെ കൊന്നത് ആരാണ്? ഹിന്ദുവാണോ മുസ്ലിമാണോ? ഇങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക്, ഒരു പക്ഷേ നിങ്ങൾ മലയാളികളാണ് എന്നതിനാൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് ഉത്തരം വരും. അത് നാഥുറാം വിനായക് ഗോഡ്സ് എന്ന് പറയുന്ന ഒരു ഹിന്ദു മതഭ്രാന്തനായിരുന്നു എന്ന ഉത്തരമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നമ്മുടെ കേരളം വിട്ട് അങ്ങോട്ട്, തമിഴ്നാട് വിട്ട് അങ്ങോട്ട്, നമ്മുടെ ആന്ധ്രാപ്രദേശ് വിട്ട് അങ്ങോട്ട് ഹിന്ദി മാത്രം സംസാരിക്കുക എന്ന ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളോട് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഉത്തരം കിട്ടും? ഹിന്ദുവാണോ മുസ്ലിമാണോ? നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുന്ന ഉത്തരം എന്റെ പ്രിയ സുഹൃത്തുക്കളെ, അത് മുസ്ലിം എന്തായിരിക്കും? സംശയമുണ്ടോ? വീഡിയോ കണ്ടോ പോകും. എങ്ങനെയുണ്ട്? ഏതോ രാജ് എന്ന് പറയുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, ആരാണ് ഗാന്ധിയെ കൊന്നത്? ഹിന്ദുവാണോ മുസ്ലിമാണോ? അയാൾ ഒരു മടിയില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ, ഒരു സംശയവുമില്ലാതെ ആ മനുഷ്യൻ പറയുന്നു അത് മുസ്ലിമാണ്. ആരാണ് അവിടെയുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു ആൻസർ പറഞ്ഞു കൊടുത്തത്? ആരാണ് അവിടെയുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു ഉത്തരം, അത് മാത്രമാണ് ശരി, മുസ്ലിമുകളാണ് നമ്മുടെ ഗാന്ധിജിയെ കൊന്നതെന്നുള്ള ഉത്തരം ആരാണ് പറഞ്ഞു കൊടുത്തത്? എന്തുകൊണ്ടാണ് അവരെ തലയിലേക്കൊന്നും നാഥുറാം വിനായക് ഗോഡ്സ് എന്ന് പറഞ്ഞ പേര് വരാത്തത്? എന്തുകൊണ്ടാണ്? ഗാന്ധിയെ കൊന്നത് ആരോ ആണ്, അല്ലെങ്കിൽ ഗാന്ധിയെ കൊന്നത് ഓട്ടോ ഇടിച്ചാണ് എന്ന രീതിയിലൊക്കെ ഭാവിയിൽ വായിക്കേണ്ടപ്പെടുന്നത് നമ്മൾ തന്നെയായിരിക്കും. ഗുജറാത്തിൽ എങ്ങാനാണ് 8ാം ക്ലാസ്സിൽ ഏതൊരു പാഠപുസ്തകത്തിൽ മൈ ഗുഡ്നസ് വന്നൊരു ചോദ്യം, ഗാന്ധിജി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തെന്നായിരുന്നു. അതായത് ആ സ്കൂളിൽ പഠിപ്പിച്ചത് ഗാന്ധിജി ആത്മഹത്യ ചെയ്തു എന്നാണ്. അല്ലാതെ അത്തരത്തിലൊരു ചോദ്യം അവരെ ചോദ്യ പേപ്പറിൽ വരില്ല. ഗാന്ധിജി ആരാണ് ഗാന്ധിജിയെ കൊന്നത് എന്നുള്ള ആ ഉത്തരം മറച്ചു പിടിക്കാൻ വേണ്ടി വലിയ കഷ്ടപ്പാട്, ചരിത്രത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് വലിയ കഷ്ടപ്പാട് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരമാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ആരാണ് ഗാന്ധിജിയെ കൊന്നത് എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അത് ഹിന്ദുവാണോ മുസ്ലിമാണോ കൊന്നത് എന്ന ചോദ്യം ചോദിച്ച സമയത്ത് ഒരു മടിയും കൂടാതെ അത് മുസ്ലിമാണ് എന്ന ഉത്തരം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു. എന്തൊരു ഭീകരമാണ്! ചരിത്രത്തെ മുഴുവൻ അങ്ങോട്ട് തുടച്ചു മാന്തിക്കളഞ്ഞ് അവിടേക്ക് പുത്തൻ ചരിത്രം രചിക്കപ്പെടുന്നുണ്ട് എന്നത് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ആ വീഡിയോ നിങ്ങൾ പരിപൂർണമായി കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കണ്ടു നോക്കൂ. അയാൾ പാകിസ്ഥാൻകാരെന്നാ പറയുന്നത്. എങ്ങനെയുണ്ട്? ഹിന്ദുക്കൾ തന്നെയാണ് ഇവിടുത്തെ നല്ല ഹിന്ദുക്കളെ കൊന്നുകളയുന്നത്. അത് ഒരിക്കലും മുസ്ലിം അല്ല. ആരാണ് രാജീവ് ഗാന്ധിയെ കൊന്നത്? ആരാണ് ഇന്ദിരാഗാന്ധിയെ കൊന്നത്? ആരാണ് നമ്മുടെ ഗാന്ധിയെ കൊന്നത്? ആ ഒരു പത്രപ്രവർത്തകൻ ആ ഒരു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉത്തരവില്ല. ഗാന്ധിജിയെ കൊന്ന ആളുടെ പേരറിയാമെന്ന് ചോദിച്ചപ്പോൾ നോ ഐഡിയ അവർ പറയാൻ പോലും തയ്യാറല്ല. അത് ഏതൊരു പാകിസ്ഥാൻകാരനാണ് ഗാന്ധിജിയെ കൊന്നതെന്നുള്ളതാണ് അവിടെ മുഴുവൻ പഠിച്ചിരിക്കുന്നത്. അവിടെ സ്കൂളുകൾ പോലും ഇല്ല എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. അവരപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഏതോ ഒരു പാകിസ്ഥാൻകാരാണ് നമ്മുടെ ഗാന്ധി അപ്പൂപ്പനെ കൊന്നുകളഞ്ഞത് എന്നുള്ള വാർത്തയാണ് അവരെ തലച്ചോറിൽ മുഴുവനുള്ളത്. അവർക്ക് നാഥുറാം വിനായക് ഗോഡ്സെ അറിയില്ല. അവർക്ക് ഒരുപക്ഷെ അവരൊക്കെ നാഥുറാം വിനായക് ഗോഡ്സെ അറിയുന്നത് സ്വതന്ത്ര സമര സേനാനി എന്ന പേരിലൊക്കെ ആയിരിക്കും. എനിക്ക് അറിയില്ല കേട്ടോ, ചിലപ്പോൾ അവരങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് പറയുന്നത്. ഈ സംഘികളൊക്കെ വല്ലതും പഠിപ്പിക്കുന്ന സമയത്ത് വേറെ വല്ല പണിക്കും പോയാൽ മതി എന്നൊക്കെ പലരും പറയും. എന്തായാലും അതിനടിയിൽ കുറെ കമന്റുകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ചില കമന്റുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അത് സംഖ്യയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ലത് മങ്കിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നതാണ്. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹനുമാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞ ഒരു BJP നേതാവ് ഉണ്ടായിരുന്നു. ആളുടെ ബാക്കി ടീമല്ലേ ഇവർ. എന്ത് ചെയ്യും? ഗാന്ധിയെ കൊന്നത് മുസ്ലിമാണെന്ന്, അല്ലെങ്കിൽ പാകിസ്ഥാനികളാണെന്ന്, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരാണെന്ന്, അല്ലെങ്കിൽ വയസ്സായിട്ട് മരിച്ചതാണെന്ന് വിശ്വസിക്കുന്നവരാണ് നോർത്ത് ഇന്ത്യയിലെ 90% ആളുകളെന്ന് ഒരു പെൺകുട്ടി എഴുതിയിരിക്കുന്നത്.
ശരിയാണെന്നേ, ഗാന്ധിയെ കൊന്നത് ഏതൊരു മുസ്ലിമാണ്, അതും ഏതൊരു പാകിസ്ഥാൻകാരനാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരാണ്, അല്ലെങ്കിൽ വയസ്സായിട്ടാണ് മരിച്ചത്. ഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സ് എന്ന് പറഞ്ഞ തീവ്ര ഹിന്ദു തീവ്രവാദിയാണ് 3 തവണ വെടിയുണ്ട നെഞ്ചിലേക്ക് ഉതിർത്ത് കൊന്നുകളഞ്ഞു എന്നുള്ള വാർത്ത അറിയാത്ത ആളുകൾ ഉത്തരേന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു വലിയ നമ്മുടെ ദുരവസ്ഥ. ആ ദുരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഒപ്പം തന്നെ ആ ദുരവസ്ഥയെ മാറ്റണമെങ്കിൽ ഇത്തരം വീഡിയോസുകൾ നിരന്തരം കാണുകയും ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുകയും വേണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇതെന്റെ ചാനലാണ് ധവൾ ടോക്സ്. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ഒപ്പം തന്നെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.